സ്ഥാനാർത്ഥികൾ കളത്തിലായതോടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്. പല മണ്ഡലങ്ങളിലും UDFന് ചില അസംതൃപ്തികൾ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കലക്കാം എന്നാണ് UDFന്റെ ആത്മവിശ്വാസം. ഏറ്റുമാനൂരിൽ നമുക്കറിയാം, ജോസഫ് വാഴക്കൻ അവിടെ പോസ്റ്ററൊക്കെ അടിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ജോസഫ് വാഴക്കിന് പകരം അവിടെ നാട്ടകം സുരേഷാണ് മത്സരിക്കുന്നത്. അതിൽ തനിക്ക് പാർട്ടിയോട് വളരെയധികം നന്ദിയുണ്ടെന്ന് നാട്ടകം സുരേഷ് പറയുകയാണ്. അർഹതയുള്ള നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട്. ഇതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്തത് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരമാണെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ജോസഫ് വാഴക്കിന്റെ പല ആരോപണങ്ങളോടും മറുപടി പറയാനില്ലെന്നും നാട്ടകം സുരേഷ് വ്യക്തമാക്കി. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് തന്നെ സ്ഥാനാർത്ഥിയായി. ഞാൻ മുമ്പ് അറിഞ്ഞ കോൺഗ്രസിനകത്ത് അർഹതപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. ആരാ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനൊന്നിനെ മിടുക്കരാ, ഓരോ കാര്യങ്ങളിലും ഓരോരുത്തരും. അപ്പം അത്രയും പേരെ AICC അത്രയും പേരിൽ നിന്ന് KPCC ആണെങ്കിലും AICC അന്തിമമായിട്ട് ആണെങ്കിലും എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ പാർട്ടി തന്ന ഈ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. VN വാസവനാണ്, മന്ത്രിയാണ് അദ്ദേഹം. കുറെ ആ മണ്ഡലം കാര്യമായിട്ട് ഓടി നടന്നു. വാസവന്റെ ഒരു ശൈലി അറിയാവുന്ന ആൾ തന്നെയാണ് നാട്ടകം സുരേഷ്. ഇങ്ങനെ നടക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ അട്ടിമറിക്കുക എളുപ്പമാണ്. എന്താണ് താങ്കൾ അതിനെ? ഇവിടെ ഈ അട്ടിമറി എന്നുള്ള വാക്ക് അല്ല. UDF ജയിക്കും. അത് എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതല്ല. LDFനെതിരായിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരമാണ് കേരളത്തിലെമ്പാടും ഉള്ളത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. പിന്നെ ഏറ്റുമാനൂരിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റുമാനൂരിൻ്റെ പ്രശ്നം എന്താ? പടിഞ്ഞാറൻ പ്രദേശങ്ങളെടുത്തേ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് LDFന്റെ പ്രതിനിധിയായ MLA കഴിഞ്ഞ 15 കൊല്ലമായിട്ട് വെള്ളപ്പോ 4 മഴ അടുപ്പിച്ച് പെയ്താൽ ആർപ്പൂക്കര അവിടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, ഐമനം, കൊമരകം, തിരുവാർപ്പ് എല്ലാം വെള്ളത്തിലാണ്. അടിസ്ഥാന മേഖലയെ തൊടുന്നതാണ് താങ്കളുടെ ഒരു രീതി. ഞാനിപ്പോ ചില മാധ്യമങ്ങളിലൊക്കെ ഈ വീട് വെച്ച് കൊടുക്കുന്ന ചില പദ്ധതികൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടെന്നും പറഞ്ഞൊരു പദ്ധതി കാണുന്നുണ്ട്. ഞാനത് കാണുമ്പം എനിക്ക് ഭയങ്കര വൈകാരികമായി ഉള്ളെൻ്റെ നിറയും. കാരണം അപ്പം എൻ്റെ അന്ന് പാർപ്പിടം വെച്ച് കൊടുത്ത പദ്ധതിയുടെ പേരായിരുന്നത് എൻ്റെ വീടെന്ന്. എനിക്കൊന്ന് കുമരകത്ത് PK വൈശാഖൻ നേടിയ ഒരു അട്ടിമറി വിജയം, കുമരകം പഞ്ചായത്തിലെ മാറ്റം, അങ്ങനെ CPMന്റെ കോട്ടകളിലൊക്കെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായത് നാട്ടകം സുരേഷിന് ഒരു ആത്മവിശ്വാസമായിരിക്കും അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച നമ്മൾ ലോകം കണ്ടു. ലോകത്ത് അടക്കി വാണ്ടിരുന്ന പല രാജ്യങ്ങളും അടക്കി വാണിരുന്നു. അവിടെ തകർന്നു പോയി. പശ്ചിമബംഗാൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, ത്രിപുര ഉൾപ്പെടെയുള്ള ഇടത്ത് തകർന്നു പോയി. കേരളത്തിലാണ് ആകെ ഒരു ഇത് നിന്നേ. അതും ഇപ്പം തീരാൻ പോകുന്നു. എന്തായാലും അതാണ് നാട്ടകം സുരേഷിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 100 അല്ല 101%. അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ്. ഏറ്റുമാനൂരിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. മലപ്പുറത്തും സ്ഥാനാർത്ഥി മാറ്റമുണ്ട് ഇത്തവണ. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മത്സരിക്കാൻ വരികയാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്ന് CV അനുമോദിനോട് സംസാരിച്ചു. രാഷ്ട്രീയ പോരാട്ടങ്ങൾ തുടങ്ങിയ മലപ്പുറത്തേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത് സന്തോഷം നൽകുന്ന കാര്യമെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. മലപ്പുറത്ത് 16-ൽ 16 സീറ്റും വിജയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി News 18നോട് പറഞ്ഞു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് പെരുന്നാൾ ദിവസം നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം പെരുന്നാൾ ആശംസകൾ. രാവിലത്തെ താങ്ക് യു. ഇത്തവണത്തെ പെരുന്നാൾ മലപ്പുറം മണ്ഡലത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. എനിക്കെന്താ വ്യത്യാസം? ഇത് തന്നെയാണ്. അതിന് അപ്പുറവും ഇപ്പുറവും കുഴപ്പമൊന്നുമില്ല. മലപ്പുറം വേങ്ങരയും ഒക്കെ നമ്മളെ നാട് തന്നെ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ പോയോടത്താണ് എത്തിയത്, തുടങ്ങിയോടത്താണ് എത്തിയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആദ്യം നഗരസഭയ്ക്ക് മത്സരിച്ചാണല്ലോ തുടങ്ങിയത്? അതെ, ഇതേ ഈ പ്രദേശത്താണ്. ഇത് പാണക്കാട് വാർഡ് തന്നെയാണ്. ഇവിടുന്നാണ് മത്സരിച്ചത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴൊക്കെ എല്ലാവർക്കും സസ്പെൻസ് ആയിരുന്നു. സത്യത്തിൽ വലിയൊരു സസ്പെൻസ് ഒളിച്ചു വെച്ചിട്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമല്ലേ ഇത്തവണ പ്രഖ്യാപനം വന്നത്? ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പല കാര്യങ്ങളും നോക്കണമല്ലോ. പല പ്രാതിനിധ്യം വേണം. പിന്നെ അത് മണ്ഡലത്തിലുള്ള റിയാലിറ്റി എന്താണെന്ന് നോക്കണം. അതൊക്കെ നോക്കി വന്ന് നല്ലൊരു ലിസ്റ്റ് വന്നത്. അങ്ങയുടെ അനുഭവത്തിൽ ഇത്രയും സ്ക്രൂട്ടനി നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് ശാസ്ത്രീയമായ പഠനമടക്കം എല്ലാം നടത്തിയിട്ടാണ് തവണത്തെ. ഇത്രയും സ്ക്രൂട്ടനി ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശംസ കിട്ടിയത്. യുവാക്കൾക്കും വനിതകൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യം ഉണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾ ഷാഫി ഭാരവാഹിയാണ്. ഞങ്ങൾ ഭാരവാഹികളുടെ യോഗത്തിലും കാര്യമായി ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇടയ്ക്കുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസം പലരും പറയുന്നത് സ്വാഭാവികം. അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു വികാരം.
അത് ആ വികാരം പാർട്ടി നേതാവ് പാണക്കാട് തങ്ങൾ പറയുമ്പോൾ അങ്ങനെ അവസാനിക്കും. ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി എല്ലാവരും പ്രശംസിക്കപ്പെടും കോൺഗ്രസിനെ വൈകുന്നതിന്റെ ഒരു വിമർശനം ഉയർന്നിരുന്നു. അത് ഇപ്പൊ കോൺഗ്രസ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാത്ത ഇടതുപക്ഷല്ലേ. ഇടതുപക്ഷം തവണ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥി ഇറങ്ങാത്ത സംഭവമൊക്കെ ഇല്ലേ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ പിന്നെ പറയാനൊന്നും അത്ര അധികം ഇല്ല ഇടതുപക്ഷത്തിന്, അത്രേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് മലപ്പുറത്ത് ഒരു പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? എല്ലാവരും 50,000-ന് മുകളിൽ വലിയ ഭൂരിപക്ഷം എന്നാണ് പ്രവർത്തകരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് നോക്കാം, കുറച്ച് ഇലക്ഷൻ അങ്ങ് പോട്ടെ, അപ്പോൾ നോക്കാം. ലീഗിൻ്റെ മണ്ഡലങ്ങൾ ഒന്നിനൊന്ന് മെച്ചാണ്. അത് പിന്നെ പ്രവർത്തകന്മാർ എല്ലാ മണ്ഡലങ്ങളിലും റെക്കോർഡിടും. ഏത് മണ്ഡലം എന്നുള്ളതിൽ അത്ര വലിയ പ്രസക്തി ഇല്ല. പക്ഷേ നല്ല ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ടില്ലേ. മലപ്പുറത്ത് 16 വിജയിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും. അത് ഉറപ്പാണ്. ഈ തവണ അത് ഉറപ്പാണ്. എഴുതി വെക്കാം. 16 വിജയിക്കും. മലപ്പുറം ജില്ലയിൽ 16 വിജയിക്കും. മാത്രമല്ല പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയായിരിക്കും പി.കെ. കുഞ്ഞാലിക്കുട്ടി വിജയിക്കുക എന്നാണ്. അദ്ദേഹവും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇത്തവണ കൊച്ചിയിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നമുക്കറിയാം. KJ മാക്സി അവിടുത്തെ സിറ്റിംഗ് MLA മത്സരിക്കുന്നത് മുഹമ്മദ് ഷിയാസിനോടാണ്, DCC പ്രസിഡന്റ്. മാക്സി ന്യൂസ് 8 സംസാരിച്ചപ്പോൾ പറഞ്ഞത് കൊച്ചിയിൽ വിജയത്തുടർച്ച ഉണ്ടാകുമെന്നാണ്. അതുമാത്രമല്ല 10 വർഷമായി കൊച്ചിയുടെ MLA ആണെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചതായും KJ മാക്സി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടർമാർ തനിക്കൊപ്പമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ടാകില്ലെന്നും KJ മാക്സി പറഞ്ഞു. കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സി പ്രചാരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണയും. വലിയ ആത്മവിശ്വാസം തന്നെയാണ്. MLA ആയി തന്നെ വീണ്ടും തുടരാം എന്ന് തന്നെ ഉറപ്പിച്ചോ? അതെ. ഇന്നിപ്പോ റംസാൻ ആയതുകൊണ്ട് രാവിലെ വന്ന് ഇവിടെ 2 സ്ഥലങ്ങളിൽ ഈദ്ഗാഹ് ഉണ്ട്. അത് കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കബീർക്ക. പുള്ള വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് ഫോട്ടോപ്പെടുത്തിച്ച് ഇറങ്ങിയാണ്. മുഹമ്മദ് ഷിയാസാണ് എതിരാളി. വളരെ കനത്ത ഒരു പോരാട്ടം തന്നെ ആയിരിക്കുമെന്നാണ് പൊതുവെ നമ്മളിവിടെ വോട്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞങ്ങളിവിടെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടുത്തെ MLA ആയിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെട്ടിട്ടുണ്ട്. വികസന കാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളിലും. അപ്പം അങ്ങനെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. അപ്പം ജനങ്ങളിപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ വലിയ സ്വീകാര്യത എല്ലാവരും പറയുന്നത്. ആരും അങ്ങനെ വ്യത്യസ്തമായി കാണുന്നില്ല. അപ്പോൾ ആ ഒരു വിശ്വാസവും ചെയ്ത കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇപ്പോഴത്തെ ഇടപെടലും കാണുമ്പോൾ നല്ല പുരുഷൻ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ ശബരിമല സ്വർണ്ണക്കേസ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഒരു എതിരായി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഈ പ്രദേശത്ത് ആരും ചർച്ച പോലും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയമേ ഇവിടെ ഉദിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത്. ശബരിമല കേസ് മറ്റു കേസുകളൊന്നും നമ്മുടെ ഈ കൊച്ചി ഭാഗത്ത് അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഭരണവിരുദ്ധ വികാരം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ സ്വന്തം പൊക്കി പറഞ്ഞല്ല. ഈ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു നെഗറ്റീവ് വരാനോട് ഒന്നുമില്ലെന്നുള്ളതാണ്. ഗവൺമെന്റ് ആയാലും MLA ആയാലും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാനായിട്ടൊന്നുമില്ല. വികാരം എന്ന് പറയാനില്ല, ഒറ്റപ്പെട്ട ആൾക്കാർ പറയും, സ്വാഭാവികമാണത്. എന്നാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വീണ്ടും MLA ആയി തുടരും എന്ന് തന്നെയാണ് KJ മാക്സി പറയുന്നത്. അവിടെ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നോമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് മുഹമ്മദ് ഷിയാസിന് എറണാകുളം ജില്ലയിൽ സീറ്റ് ലഭിക്കുന്നത്. നമുക്കറിയാം, ഷിയാസ് VD സതീശന്റെ ഏറ്റവും അടുപ്പക്കാരനാണ്. അവിടെ ദീപ്തി മേരി വർഗീസിനെയും പരിഗണിച്ചിരുന്നു. ദീപ്തി അസംതൃപ്തികൾ തുറന്നു പറഞ്ഞില്ല, ഷിയാസിനായി രംഗത്തിറങ്ങും എന്ന് അഭ്യർത്ഥിച്ചു. മുഹമ്മദ് ഷിയാസ് ന്യൂസ് 8 സംസാരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കും, ദീപ്തി മേരി വർഗീസ് അടക്കം നേതാക്കളെല്ലാം തന്നോടൊപ്പമുണ്ട്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും ഷിയാസ് ന്യൂസ് 8 പറഞ്ഞു.
വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ കൊച്ചിയിൽ ഷിയാസ് പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ദീപ്തി മേരി വർഗീസ് ഷിയാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട്. കൊച്ചിയെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ സാരഥി മുഹമ്മദ് ഷിയാസിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വൈകാതെ മുഹമ്മദ് ഷിയാസിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വരെ ദീപ്തി വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. താനായിരിക്കും കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയെന്ന്. അതിന്റെ ഭാഗമായി പള്ളിയിൽ ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പിനെ അടക്കം കണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കും എന്ന ഉറപ്പ് നൽകിയിരുന്നു എന്നുകൂടി ദീപ്തി പറഞ്ഞു. പക്ഷേ രാത്രിയോടുകൂടി പട്ടിക പുറത്തു വന്നപ്പോൾ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് എന്ന പേരായിരുന്നു. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ദീപ്തി മേരി വർഗീസ് തയ്യാറായതുമില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങളെല്ലാം മാറ്റി നിർത്തി ദീപ്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ദീപ്തി പറഞ്ഞിരുന്നു, താനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കൃത്യമായി തന്നെ അവിടെ മികച്ച രീതിയിൽ പ്രവർത്തനമുണ്ടാകും. മറ്റാരെങ്കിലും ആണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ പ്രചാരണത്തിന് ഇറങ്ങും. മറ്റ് അതൃപ്തികളൊന്നും തന്നെയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വഴിയെ അത് പരിഹരിക്കും, അല്ലെങ്കിൽ തന്റെ പരാതി അറിയിക്കേണ്ടവരെ അറിയിക്കും എന്നുകൂടി ദീപ്തി പറയുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ദീപ്തിയുടെ പേര് ആദ്യം വന്നത്. തിരഞ്ഞെടുപ്പ് സമയത്തിലൊക്കെ ദീപ്തി ആയിരിക്കും കൊച്ചി മേയർ എന്ന തരത്തിലായിരുന്നു പ്രചാരണം. പക്ഷേ പിന്നീട് മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് മിനിമോൾക്ക് നൽകുകയും ദീപ്തിയെ അവഗണിക്കുകയും ചെയ്തിരുന്നു. അന്നും AICC അടക്കം ദീപ്തി പരാതി നൽകിയിരുന്നു. പിന്നീട് ദീപ്തി പറഞ്ഞത് AICC തന്ന ഉറപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് എറണാകുളം ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ സീറ്റ് നൽകാം എന്നതായിരുന്നു. തൃക്കാക്കരയിലായിരുന്നു ദീപ്തി പ്രതീക്ഷിച്ചത്. പക്ഷേ സിറ്റിംഗ് MLA ആയ ഉമാ തോമസിന് തന്നെ വീണ്ടും അവിടെ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര നേതൃത്വം നൽകിയത്. എന്തായാലും ദീപ്തിയെ അവിടെ തഴയപ്പെട്ടതോടുകൂടിയാണ് കൊച്ചിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയും അവസാനിച്ചു. പക്ഷേ കൊച്ചിയിൽ ഷിയാസ് ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് MLA ആയി നിയമസഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഷിയാസ് പറയുന്നത്. ഒപ്പം ദീപ്തിയും മറ്റ് നേതാക്കളും പ്രചാരണത്തിൽ തന്നോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഷിയാസ് കൂട്ടിച്ചേർത്തു. എല്ലാവരും ഉണ്ടാകും. ദീപ്തി മേരി വർഗീസ് എന്നല്ല, എല്ലാവരും ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങി ഈ പ്രചാരണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സജീവമായി പോകുന്നു. എല്ലാവരും വലിയ വിജയസാധ്യതയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ അവർക്ക് നൽകുന്ന സ്വീകരണവും അവരോട് ഇടപഴകുന്ന രീതിയും വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. എന്നാലും അതൃപ്തിയെല്ലാം മാറ്റിവെച്ച് ഷിയാസിനോടൊപ്പം പ്രചാരണത്തിനായി വേദികളിലും ഇടങ്ങളിലും ദീപ്തി മേരി വർഗീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും വിശ്വാസം. ബാക്കി എല്ലാ പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സംസാരിച്ച് പരിഹരിക്കാം എന്നൊരു ഉറപ്പുകൂടി നേതാക്കളിൽ നിന്നും ദീപ്തിക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെരുമ്പാവൂരിലും കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര പന്തിയായിരുന്നില്ല. നമുക്കറിയാം, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി സീറ്റ് ആഗ്രഹിച്ചിരുന്നു. അവസാന നിമിഷം വരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ മനോജ് മൂത്തേടനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് മനോജ് മൂത്തേടൻ ന്യൂസ് 8 പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം, അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെ പൂർണ്ണ സഹകരണം തനിക്ക് ലഭിക്കും. അദ്ദേഹവുമായി സംസാരിച്ചുവെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞിട്ടുണ്ട്. പ്രചരണ രംഗത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ടാകും. മണ്ഡലത്തിൽ എൽദോസ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിജയം ഉറപ്പാക്കും എന്നും മനോജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിലെ MLA ആയ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് താൻ ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചേക്കാമെന്ന സൂചന പോലും അടുത്ത അനുയായികൾക്ക് നൽകിയിരുന്നു. കടുത്ത പ്രതിഷേധം ഇതിൽ തനിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നേതൃത്വം തന്നോട് ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ, ഇത്തവണ മാറി നിൽക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ അതിന് സന്നദ്ധമാകുമായിരുന്നു, തനിക്ക് ഒരു എതിർപ്പും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തന്നോട് ഒരുങ്ങാനായിട്ട്, അതായത് നിലവിലെ MLA-മാർക്ക് അതിൽ മത്സരിക്കാൻ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കെ ബാബു മാത്രമാണ് അതിൽ വിട്ടുനിൽക്കുന്നുവെന്ന് അറിയിച്ചത്. എറണാകുളം ജില്ലയിലെ മറ്റ് MLA-മാർക്ക് തുടരാം, അതുകൊണ്ട് ഒരുങ്ങാനായിട്ട് നേതൃത്വം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു. തുടക്കത്തിലെ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ മാറി നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഒരെതിർപ്പും പാർട്ടി നേതൃത്വത്തോടെ തനിക്ക് ഈ അക്കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ തനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്, നിരാശയുണ്ട്. പക്ഷേ എങ്കിലും നേതൃത്വത്തോട് വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ താൻ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയില്ല എന്ന സൂചന തന്നെയാണ് നൽകിയത്.
അതിന് പ്രധാന കാരണമായി പറഞ്ഞത് താൻ 2 വർഷം MLA ആകാൻ ഈ പാർട്ടിയിൽ അവസരം ലഭിച്ചു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു എന്നതെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടിയോട് സമരസപ്പെടുന്നു, പാർട്ടിയുടെ തീരുമാനത്തോട് അദ്ദേഹം താതാത്മ്യം പ്രാപിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടായത്. കൂടുതൽ തീരുമാനങ്ങൾ തൻ്റെ വിശ്വസ്തരോടും പാർട്ടി പ്രവർത്തകരോടും ഒപ്പം പാർട്ടി നേതൃത്വത്തോടുമൊപ്പം ആലോചിച്ച് തീരുമാനിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു പ്രതികരണവും എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനോ ആർക്കും തന്നെ മാധ്യമപ്രവർത്തകർക്ക് അടക്കം സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം മാറി നിൽക്കുന്നു, അത്തരം ഒരു പ്രതിഷേധങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നതിനെ അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കലാപക്കൂടി എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ ഇടയില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നതും ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്. നിലവിലെ തന്നെ 2 ടൈമുകൾ അദ്ദേഹം പൂർത്തീകരിച്ചു. അപ്പോൾ ഇനിയും സ്വാഭാവികമായും സമയം ബാക്കിയുണ്ട്. സംഘടനാ ചുമതലകളടക്കം നൽകിയേക്കാം എന്ന സൂചനകളും എൽദോസ് കുന്നപ്പള്ളിയെ അനുനയിപ്പിക്കാൻ ആ രീതിയിലുള്ള ഒരു സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനാ ചുമതലകൾ നൽകിയേക്കാമെന്നുള്ളൊരു സൂചന ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പെരുമ്പാവൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടൻ അടക്കം പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്ഥാനാർത്ഥിയെ എല്ലായിടത്തും ആൾ നിൽക്കുകയാണ് നമ്മൾ ചെല്ലാൻ വേണ്ടി. കാരണം ആളുകളെ പരിചയപ്പെടുത്താനും കാണാനും ആളുടെ അനുഗ്രഹം വാങ്ങാനും ഒക്കെ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസവുമില്ലാതെ, ഒരു തർക്കവുമില്ലാതെ, ഒരു അവസരങ്ങളുമില്ലാതെ പെരുമ്പാവൂരിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകും. അതിലൂടെ വലിയ വിജയമുണ്ടാകും. എൽദോസ് കുന്നപ്പള്ളിയുമായി താൻ സംസാരിച്ചിരുന്നു എന്നതടക്കം അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമാകും എന്ന് തന്നെയാണ് മനോജ് മൂത്തേട്ടനും പറയുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധങ്ങളില്ലാതെ എൽദോസ് കുന്നപ്പള്ളി ഉയർത്തിയ പ്രതിഷേധങ്ങൾ അവസാനിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അരുവിക്കരയിലെ CPM സ്ഥാനാർത്ഥിയും നിലവിലുള്ള MLAയുമായ G. സ്റ്റീഫൻ അദ്ദേഹം ന്യൂസ് 8 സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് വികസന തുടർച്ചയ്ക്ക് അരുവിക്കരയിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്നാണ്. വ്യക്തികൾ തമ്മിലല്ല, നിലപാടുകൾ തമ്മിലാണ് മത്സരം. ഇടതു സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായി അരുവിക്കരയിലെ വോട്ടർമാർ പിന്തുണയ്ക്കുമെന്നും സ്റ്റീഫൻ ന്യൂസ് 8 പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കുന്ന രാഷ്ട്രീയ പ്രചാരണമാണ് അരുവിക്കരയിൽ എല്ലാ മുന്നണികളും തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വശത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിറ്റിംഗ് MLA ആയ G. സ്റ്റീഫൻ ഇപ്പോൾ കടകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും വോട്ടർമാരുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ചേരുന്നു. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? നല്ല പ്രതീക്ഷയാണ്, ഉയർന്ന പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. ഈ നേരത്തെ ശബരിനാഥന്റെയും ശിവകുമാറിന്റെ ഒക്കെ പേര് പറഞ്ഞു കേട്ടു. ഒടുവിൽ അത് ശിവകുമാറെ വീണ്ടും മത്സരിക്കാൻ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അതിനെ എങ്ങനെ നോക്കിക്കാണും? വ്യക്തികളല്ലല്ലോ പ്രശ്നം, നയങ്ങളാണ് പ്രശ്നം, മുന്നണികളാണ് പ്രശ്നം. ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല നടക്കുന്നത്, മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടോ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടോ ഏത് വ്യക്തി മത്സരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഞങ്ങൾ ഉയർത്തുന്ന നയങ്ങളാണ് പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തിളക്കമാർന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനവും ക്ഷേമവും, അത് ജനങ്ങളോട് പങ്കുവച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ മറ്റാരെവിടെ മത്സരിച്ചാലും അത് ഞങ്ങൾക്ക് അവർ മത്സരിക്കട്ടെ, അല്ലാതെ നമുക്കതിൽ വിജയപ്രതീക്ഷയിൽ ഒരു തരിമ്പ് പോലും സംശയമില്ല. കഴിഞ്ഞ തവണത്തെക്കാലം ഭൂരിപക്ഷം ഉയരുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യക്കാലം ഭൂരിപക്ഷം ഉയരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ MLA ആയിട്ടല്ലല്ലോ മത്സരിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. പൂർണ്ണമായും അരുവിക്കര മണ്ഡലത്തിൽ അലിഞ്ഞു ചേർന്നാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. അവരത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എല്ലാ ആശംസകളും. ഏറെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് അരുവിക്കരയിൽ VS ശിവകുമാർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. അരുവിക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശിവകുമാർ തുടക്കമിട്ടു. അരുവിക്കരയെ പ്രതിനിധീകരിക്കാൻ ഇനി മുതൽ MLA ഉണ്ടാകുമെന്നാണ് ശിവകുമാർ ന്യൂസ് 8 പറഞ്ഞത്. നിലവിലുള്ള MLAയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ശിവകുമാറിന്റെ മണ്ഡലത്തിലുടനീളമുള്ള പ്രചരണം. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അരുവിക്കര മണ്ഡലം തിരിച്ചുപിടിക്കാനായി VS ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്? 100% വിജയിക്കും. എന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തലത്തിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ
വലിയ ആവേശകരമായ ഒരു സ്വാഗതമാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭ്യമായത്. അപ്പൊ തന്നെ എനിക്ക് വലിയ വലിയ സന്തോഷവും ഒരു സംതൃപ്തിയും തോന്നുന്നു. അപ്പൊ ഇത്രയധികം ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് ഒരു MLA ഇല്ലാതിരുന്ന, MLA ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് MLA ഇല്ലായിരുന്നു എന്നുള്ളതല്ല, ഈ നാടിനൊരു ജനപ്രതിനിധി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു. അവർക്കൊരു MLA വേണം, അവർക്കൊരു ജനപ്രതിനിധി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ആവേശകരമായിട്ടൊരു സ്വീകരണമാണ്, സ്വാഗതമാണ് എനിക്ക് ലഭ്യമായത്. അതിനുപരിയായി LDF ഗവൺമെന്റ് മാറണം, പോണം എന്നുള്ള ഒരു ചിന്ത കേരള സംസ്ഥാനത്ത് മുഴുവൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അരുവിക്കര പോലെയുള്ള പ്രദേശത്താണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ ആവേശമാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ 100 കണക്കിന് ഈ മണ്ഡലത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചത്. അത് തന്നെ വലിയൊരു ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉറപ്പായി എല്ലാ ആശംസകളും. അത്തരത്തിൽ വലിയ ആവേശത്തോടെയാണ് VS ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അരുവിക്കരയിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണ വളരെ അപ്രതീക്ഷിതമായി കൈവിട്ട മണ്ഡലം ഇത്തവണ VS ശിവകുമാറിലൂടെ തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വലിയ ആവേശം വിതറിക്കൊണ്ടാണ് VS ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരുവിക്കരയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെ BJP രണ്ടാം ഘട്ട ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയത്. കുമ്മനം നമുക്കറിയാം ആറന്മുളയിൽ ഏറെ പരിചിതനായ ഒരു വ്യക്തിയാണ്. ആറന്മുള സമരത്തിലൊക്കെ, എയർപോർട്ട് സമരത്തിലൊക്കെ കുമ്മനം മുന്നിൽ നിന്ന ആളാണ്. കുമ്മനം തന്നെയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന വിലയിരുത്തലിന്റെ ഒടുവിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് കുമ്മനം അവിടെ സ്ഥാനാർത്ഥിയെ വന്നത്. അവിടെ രാജശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് റോഡ് ഷോയോടുകൂടിയാണ്. BJP ഭരിക്കുന്ന നാരങ്ങാനം പഞ്ചായത്തിൽ നിന്നും പദയാത്രയോടുകൂടിയാണ് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ നടക്കുക. കുമ്മനം രാജശേഖരനും ന്യൂസ് 18നോട് ആത്മവിശ്വാസത്തോടുകൂടി സംസാരിച്ചു. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അപരിചിതനല്ല. ഞാനൊരു വെളിയിൽ നിന്നും എന്നെ കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഞാൻ അവിടെ തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ച് ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച് ഞാൻ അവരുടെ വിഷയങ്ങളും താല്പര്യങ്ങളും പരിരക്ഷിച്ച് അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവർ കൈവിടില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആറന്മുളയെ ഈ ഭാരതത്തിൻ്റെ അഭിമാന കേന്ദ്രമാക്കി യശസ്സിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും എനിക്ക് സാധിക്കണം. ആ ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ വോട്ടായി മണ്ഡലത്തിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ശബരിമല പ്രക്ഷോഭം നടന്ന കാലയളവിലെല്ലാം ജനസമൂഹം ഒന്നാകെ ഇളകി മറിഞ്ഞ് വലിയൊരു പ്രക്ഷോഭത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ അമ്മമാരും യുവാക്കളും ഒക്കെ ഇന്ന് അവിടെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ജയിലഴിക്കുള്ളിലായിരുന്നിട്ടും തകരാതെ ആ ആവേശം ഒരിക്കലും അണയാതെ ആ ഒരു ജ്വാല ഉയർത്തി അതിന്റെ ചൂടിൽ നിന്ന് നെഞ്ചിലേറ്റുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും, ക്രൈസ്തവ സമൂഹം, മുസ്ലിം സമൂഹമായിരുന്നാൽ എല്ലാവരും ആ പമ്പാനദിയുടെ തീരത്ത് സന്തോഷത്തോടും ആവേശത്തോടും അങ്ങേറ്റത്തെ സൗഹൃദത്തോടും കൂടി കഴിയുന്ന ഒരു ദിനങ്ങളാണ് അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും ആ ഒരു ഐക്യം, ആ ഒരു സൗഹാർദ്ദം കെട്ടിപ്പടുക്കാൻ എനിക്ക് സാധിക്കും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ ചുമതലയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എതിർപ്പാളയത്തിൽ വീണ ജോർജാണ്. ആയിക്കോട്ടെ, അതെന്താ ആരായിരുന്നാലും എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും വിരോധമില്ല. ഏത് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാലും ഉയർത്തിപ്പിടിക്കുന്നത് ആശയമാണ്, ആദർശമാണ്, നാടിന്റെ നന്മയാണ്, നാടിന്റെ വികസനമാണ്. അതേക്കുറിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് എന്ത് പറയാനുണ്ട്? ഈ പരുവം, ഈ 70 വർഷക്കാലം നമ്മുടെ കേരളം ഭരിച്ചിട്ട് മാറി ഭരിച്ചും മാറി MLA-മാരുണ്ടായി. എന്തുണ്ടായി? ഒരു നേട്ടവും ആറന്മുളയ്ക്കുണ്ടായിട്ടില്ല. ഇത്തരത്തിലാണ് സമ്പൂർണ്ണ വിജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപരിചിത മുഖമായിട്ടുള്ള കുമ്മനം രാജശേഖരനെ ആറന്മുള മണ്ഡലത്തിലേക്ക് NDA നിർത്തിയിരിക്കുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ വനിതാ പ്രാതിനിധ്യത്തിൽ പ്രധാനി ഫാത്തിമ തെഹലിയാണ് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി. ഫാത്തിമയ്ക്കെതിരെ വനിതാ ലീഗ് തന്നെ രംഗത്തൊന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഫാത്തിമ വനിതാ ലീഗിന്റെ ആളല്ല എന്നാണ് ആരോപണമൊക്കെ ഉയർന്നത്. പക്ഷേ പേരാമ്പ്രയിൽ ഏറെ ആത്മവിശ്വാസത്തോടെ ഫാത്തിമ തെഹലിയ സജീവമാവുകയാണ്. ഈ പെരുന്നാൾ ദിനത്തിലും പ്രചാരണം ഫാത്തിമ സജീവമാക്കി. UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹലിയയ്ക്കൊപ്പം വലിയ കൂട്ടം പ്രവർത്തകർ കൂടി പ്രചരണ രംഗത്തുണ്ട്. മണ്ഡലത്തിൽ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷ ഫാത്തിമ പങ്കുവച്ചു. ചെറിയ പെരുന്നാൾ ദിനമാണ്. നമുക്കൊപ്പം പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹലിയുണ്ട്. ഒപ്പം ഒരുപാട് ആളുകളുമുണ്ട്. പാട്ടുകാരൻ
നവാസ് പാലേരി പാട്ടുകാരൻ. എന്തായാലും നമുക്ക് ഫാത്തിമയിലേക്ക് തുടങ്ങാം. ഒരു വലിയ ആഘോഷമുള്ള ദിവസമാണ് അത്. പേരാമ്പ്രയിലാണ് ഇത്തവണ ഫാത്തിമയുടെ പെരുന്നാൾ അല്ലെ? അതെ അതെ. ഞാൻ ഈ മൈക്ക് നേരതാ എന്റെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാണ്. ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ നമ്മൾ ആദ്യം പാട്ടുകാരന്റെ അടുത്തേക്ക് തന്നെ, അല്ലെങ്കിൽ പ്രാസംഗികൻ അല്ലെ? ഇത്രയും തിരക്കിനിടയിലും നമ്മോടൊപ്പം നമ്മളെ കാണാൻ വന്ന നമ്മളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹീലിയക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. നമുക്ക് ഏറ്റവും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പ്രിയപ്പെട്ട ഫാത്തിമയെ നമുക്ക് ജയിപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ രംഗത്ത് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനോഹരമായ ഈ വേദിയിൽ, സന്തോഷത്തിന്റെ വേദിയിൽ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നതോടൊപ്പം സന്തോഷം അറിയിക്കുന്നു. പെരുന്നാൾ പൂം കുരുവി പറന്ന് പുതുമ വിടർന്ന് പുളകമുണർന്ന് പാടുന്നു ചുണ്ടുകളേറ്റി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനിയിപ്പോ ഫാത്തിമ രണ്ടുപേരും പാടണം. ിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. എല്ലാ പാട്ടും ഇവര് പാടുന്നുണ്ട്. അതിലിനി പാട്ടിന്റെ ഒരു കാളിയും ഒരു ഇടവേളയില്ല. ഞങ്ങൾ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. ഇത്തവണ പേരാമ്പ്ര ഞങ്ങൾ തൂക്കും. എങ്ങനെയുണ്ട് പേരാമ്പ്രയിൽ വന്ന ശേഷമുള്ള ലാൻഡിംഗ്? ഗംഭീരമായിരുന്നു അല്ലേ? അതിഗംഭീരമായ നാടാണിത്. എനിക്ക് പേരാമ്പ്ര എന്ന് പറയുമ്പം ഞാൻ വരുന്നത് നിങ്ങൾക്കറിയാലോ എവിടെ നിന്നാണ്, കുറ്റിച്ചെറിയുന്ന. ഈ രണ്ട് നാടുകൾ തമ്മിൽ വലിയ വലിയ സാമ്യത എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സ് നിറയെ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് ഇവിടെ. ഇവിടെ എത്തിയാൽ നമുക്കത് ഫീൽ ചെയ്യും. ആളുകളോട് എനിക്ക് യാതൊരു വ്യത്യാസവും ആ നാടും ഈ നാടും ഒന്നും തമ്മിൽ തോന്നുന്നില്ല. വളരെ പവർഫുൾ ആയി പൊളിറ്റിക്സ് ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥലത്തേക്ക് വന്നു എന്നുള്ളത് എനിക്ക് അഭിമാനബോധത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തവണ ഞങ്ങൾ ജയിക്കും. പെരുന്നാള് കോഴിക്കോടാണ് ഇതുവരെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് അല്ലേ? അതെ, ഇത് കോഴിക്കോടാണല്ലോ. പേരാമ്പ്ര കോഴിക്കോട് കിടക്കുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച്, ഇത്രയും വിശാലമായിട്ടുള്ള ലോകമാണിത്, എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിയെത്താം. ഈ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇവിടെയുള്ള പ്രവാസികൾ, അവർ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമസ്കാരം സ്ഥലത്ത് തന്നെ എഴുതി വെച്ചിരുന്നു സ്റ്റാൻഡ് വിത്ത് ഇറാൻ. അതെ അതെ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ ആളുകൾ വളരെ വളരെ പൊളിറ്റിക്കലി ചിന്തിക്കുന്ന, അതിനനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന, അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഈ നാട് അവരുടെ രാഷ്ട്രീയം സംസാരിക്കും. അത് ഏത് മേഖലയിലും. കോഴിക്കോടിന് പുറത്ത് പേരാമ്പ്രയിലെ മണ്ണിലേക്കാണ് എത്തിയത്. വലിയ സ്വീകരണം നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. തിരക്ക് പിടിച്ച പരിപാടികളാണ് ഇന്ന് ഫാത്തിമയ്ക്ക് മണ്ഡലത്തിൽ ഉള്ളത്. അങ്ങനെ പ്രചരണ രംഗം ചൂടായി മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾ കളത്തിലുണ്ട്. കുറഞ്ഞ സമയം മാത്രമാണ് പ്രചരണത്തിൽ ലഭിക്കുക. അതനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്താനുള്ള തിടുക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.